പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി അതുങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. ജെല്ലി റോൾ എന്ന് പറയുന്ന പാർട്ട് ടൈം റെസ്ലർ മ്യൂസീഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് അടുത്ത സ്മാക്ഡൗണിൽ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നിലവിലെ വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിലും മീറ്റിൻ എന്ന് പറയുന്ന റെസ്ലറും ഒരു നോൺ ടൈറ്റിൽ മത്സരത്തിൽ ഒരു സിംഗിൾസ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഇത് കൂടാതെ നിലവിലെ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും തമ്മിൽ റെസൽമേനിയ 42 ഇപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റും അടുത്ത സ്മാക്ഡൗണിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ കാർമെല ഹേസിൻ്റെ പതിവ് പോലെയുള്ള ഓപ്പൺ ചലഞ്ചിന് ഇപ്രാവശ്യം ഒരു ആൻസർ പറഞ്ഞു വരുന്നത് ഒരു വളരെ സർപ്രൈസ് ആയിട്ടുള്ള എതിരാളിയായിരുന്നു. ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയിലെ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യനായ ഹിജോ ഡെൽ ഡോക്ടർ വാഗ്നർ ജൂനിയർ എന്ന് പറയുന്ന റെസ്ലറാണ് വന്നിട്ടുണ്ടായിരുന്നത്. കിടിലമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചു. എന്തായാലും ഈ ഒരു ഒപ്പോണൻറ്റ് ഈ കാർമെല ഹേസിനെ പരാജയപ്പെടുത്തില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. കാരണം ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വരുന്ന റെസ്ലറാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ചാമ്പ്യൻ കൂടിയാണ്. അപ്പോൾ ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനി നിലവിൽ കൺട്രോൾ ചെയ്യുന്നത് WWE ആയതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് കൂടുതൽ ആരാധകരുടെ ഒരു ശ്രദ്ധ എത്തിക്കുക എന്നുള്ളതാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യനെ സ്മാക്ഡൗണിൽ കൊണ്ടുവന്നൊരു മത്സരം കൊടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. പിൻഫോളിലൂടെ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ കാർമെല ഹേസിന് സാധിച്ചു. അതിനുശേഷം ഈ റെസ്ലറുടെ കൈ ഉയർത്തിപ്പിടിക്കുന്ന കാർമെല ഹേസിൻ്റെ ഭാഗവും നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം കാണാൻ സാധിച്ചു. സ്മാക്ഡൗൺ എപ്പിസോഡിൽ യഥാക്രമം 2 നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമാണ് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവരുടെ പുതിയ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന മത്സരമായിരുന്നു. വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ, കിയാന ജെയിംസ് തുടങ്ങിയവരുടെ ടീം ഷാർലറ്റ്, അലക്സ തുടങ്ങിയവരുടെ ടീമിനെതിരെയാണ് ടാഗ് ടീം മത്സരം കളിച്ചത്. ഷാർലറ്റ്, അലക്സ തുടങ്ങിയവർ മത്സരത്തിൽ വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഒരു ബിലോ ഏവറേജ് മത്സരമായിട്ടാണ് ഈ ഒരു മാച്ച് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ MFT എന്ന് പറയുന്ന ടീമിന് എതിരെയുള്ള നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ടാഗ് ടീം ടെർമോയിൽ മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു 4 ടാഗ് ടീം മത്സരങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ഒരു ഗോട്ട്ലെറ്റ് മാച്ചിനൊക്കെ സമാനമായിട്ടുള്ള മത്സരമായിരുന്നു. ഇത് ആരംഭിക്കുന്നത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസും അതുപോലെ തന്നെ നെയ്തൻ ഫ്രേസർ, ആക്സിയം തുടങ്ങിയവരുടെ ഫ്രാക്സിയം എന്ന് പറയുന്ന ടീമും കൂടിയിട്ടാണ്. ഇതിൽ നെയ്തൻ ഫ്രാക്സിയ അവരുടെ ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നത്. അങ്ങനെ അടുത്ത മത്സരത്തിൽ ഇവർ ലോസ് ഗാർസ എന്ന് പറയുന്ന ടീമിനെയാണ് നേരിട്ടത്. ലോസ് ഗാർസ, നെയ്തൻ ഫ്രേസർ, ആക്സിയം തുടങ്ങിയവരെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് വന്നത് വൈറ്റ് 6 ആണ്. വൈറ്റ് 6-ലെ ജോ ഗേസിയും ഡെക്സ്റ്റർ ലൂമിസും. ഇവരെ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുന്നത് MFTയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അതിനുശേഷം ലോസ് ഗാർസ എന്ന് പറയുന്ന ടീമിനെ നേരിട്ടത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടാഗ് ടീമായിരുന്ന ഡാമിൻ പ്രീസ്റ്റ്, ആർ ട്രൂത്ത് തുടങ്ങിയവരുടെ ടീമാണ്. ഇവർ ടീമായിട്ട് ഈ ടർമോയിൽ മത്സരത്തിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിന് ഈ ടർമോയിൽ മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ ടീമായിട്ടാണ് ഈ ഡാമിൻ പ്രീസ്റ്റ് അതുപോലെ തന്നെ ആർ ട്രൂത്ത് തുടങ്ങിയവരുടെ ടീം വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നു. അങ്ങനെ പുതിയ നമ്പർ 1 കണ്ടൻഡേഴ്സ് ആകുന്നു. അപ്പോൾ MFT എന്ന് പറയുന്ന ടീമും ഡാമിൻ പ്രീസ്റ്റ്, ആർ ട്രൂത്ത് തുടങ്ങിയവരുടെ ടീമും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഇനി വരുന്ന ആഴ്ചകളിൽ കാണാൻ സാധിച്ചേക്കാം. 4ാമത്തെ അപ്ഡേറ്റ് സാമി സെയിൻ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കഥാപാത്രത്തെ സംബന്ധിച്ചാണ്. സാമി സെയിൻ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റിങ്ങിലെ സെഗ്മെൻറ്റോ റിങ്ങിലെ മത്സരമോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വളരെ ഉപകാരപ്പെടുന്ന 2 ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സൂപ്പർ താരങ്ങളായ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവർക്ക് എതിരെയാണ് സാമി സെയിൻ്റെ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഡി റോഡ്സിനോട് ഓരോ ആരാധകരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സാമി സെയിൻ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. നിനക്ക് കുറേയധികം അവസരങ്ങൾ കിട്ടിയിട്ടും നീ പിന്നെയും ചാമ്പ്യൻഷിപ്പിന് പിറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? നീ എലിമിനേഷൻ ചേംബറിന് മുൻപ് അവസാനമായിട്ട് ഈ ഒരു മത്സരത്തിൽ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും നീ എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടി പോയി. എന്നിട്ടും എലിമിനേഷൻ ചേംബറിൽ നീ വിജയിച്ചില്ല. എന്നിട്ടും ഇപ്പോൾ ഇതാ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരുന്നു. അപ്പോൾ എന്തടിസ്ഥാനമാണ് ഇതിൽ ഉള്ളത് എന്ന് അപ്പോൾ കോഡി റോഡ്സ് തിരിച്ച് ചൂടാകുന്നുണ്ട്. തനിക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് ഡ്രൂ മാക്കിൻറ്റയർ ആണ്. അപ്പോൾ അവനെ തീർക്കാതെ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഇതിൻ്റെ പേരിൽ നീ എന്തിനാണ് എന്നോട് ചൂടാകുന്നത് എന്നുള്ളതും കോഡി റോഡ്സ് തിരികെ ചോദിക്കുമ്പോൾ സാമി സെയിൻ്റെ
സാമിയുടെ മുഖത്തെ ആ ഒരു ഭാവങ്ങൾ മാറുന്നതും ഒരു വില്ലൻ കഥാപാത്രത്തിലേക്കുള്ള പരിവേഷത്തിൻ്റെ ഒരു രൂപമാറ്റങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം നീ വിജയിക്കട്ടെ എന്നുള്ള ഒരു ആശംസയും കൊടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ അവിടെ നിന്ന് സാമി സെയിൻ പറഞ്ഞയക്കുന്നു. പിന്നീട് റാൻഡി ഓർട്ടൻ്റെ അടുത്തേക്കാണ് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷം സാമി സെയിൻ ചെല്ലുന്നത്. റാൻഡി ഓർട്ടനോട് പറയുന്നത്, കോഡി റോഡ്സ് നിൻ്റെ ഉറ്റ സുഹൃത്താണ്, പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ നീ അവനെ ബാക്കിൽ നിന്ന് ചതിച്ചു, എന്നിട്ട് നീ എലിമിനേഷൻ ചേംബറിൽ വിജയിച്ചു. അത് നല്ലൊരു സ്വഭാവമല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് സെൽഫിഷ് ആയാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ കഴിയാൻ സാധിക്കൂ എന്നുള്ളത് റാൻഡി ഓർട്ടൻ ഒരു അഡ്വൈസ് പോലെ സാമി സെയിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് 14 തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിച്ചത് എന്നുള്ളതും റാൻഡി ഓർട്ടൻ പറയുന്നുണ്ട്. കൂടാതെ സാമി സെയിന് ഭാവിയിൽ വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തനിക്കുണ്ട് എന്നുള്ളതും റാൻഡി ഓർട്ടൻ പറയുന്നുണ്ട്. അതിന് നീ ഇങ്ങനെ സെൽഫിഷ് ആകാതെ ഇരുന്നിട്ട് കാര്യമില്ല, ഇടയ്ക്ക് മാറി ചിന്തിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വേൾഡ് ചാമ്പ്യൻ ആകാനും ടോപ്പ് സ്റ്റാർ പദവിയിലേക്ക് വരാനും സാധിക്കൂ എന്നുള്ളൊരു അഡ്വൈസും റാൻഡി ഓർട്ടൻ സാമിയുടെ മുഖത്ത് നോക്കി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സാമി ഒരു ബാഡ് പേഴ്സൺ, ഒരു വില്ലനാകാൻ പോകുന്നു എന്നുള്ളതിലേക്കാണ്. ഒരു മത്സരമോ മറ്റ് ഇൻ റിംഗ് സെഗ്മെൻറ്റോ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ഏറ്റവും ഗുണകരമാകുന്ന, നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന സാമിയുടെ ഹീൽ ടേണിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഇടാൻ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സാധിക്കുകയുണ്ടായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 5ാമത്തെ ഒരു അപ്ഡേറ്റ്, ഡാൻ ഹാൻസൺ എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായി WWE ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു എൻ്റർടൈനിങ് റെസ്ലർ, അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മെൻറ്റർ, ഒരു ഉപദേശകൻ വേണം എന്ന് ആവശ്യപ്പെടുന്നു. നിക് ഓൾഡിസ് അത് ദ മിസ് എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെ സെറ്റാക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഫണ്ണി ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ട്രാക്ക് പിടിച്ചു പോയാൽ R-Truthൻ്റെ ശേഷം കുറച്ചുകൂടി രസകരമായിട്ടുള്ള, കുറച്ച് ചിരിക്കാൻ സാധിക്കുന്ന, എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സെഗ്മെൻറ്റ്സ് നമുക്ക് റോയിലും സ്മാക്ഡൗണിലും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വ്യൂസ് ഡാൻ ഹാൻസൻ്റെ സെഗ്മെൻറ്റുകൾക്ക് കിട്ടുന്നുണ്ട്. മെർച്ചൻഡൈസിലും വലിയ രീതിയിലുള്ളൊരു വിറ്റുവരവ് ഡാൻ ഹാൻസൻ്റെ ടീഷർട്ടുകളും ഇപ്പോൾ സ്വന്തമാക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ എന്തുകൊണ്ട് ചാമ്പ്യനായ ഡ്രൂ മാക്കിൻഡയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സ് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഡ്രൂ മാക്കിൻഡയറിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മത്സരത്തിൻ്റെ റിംഗ് ബെൽ ചെയ്യുന്നു. ആ ഒരു മത്സരം ആരംഭിക്കുന്നത് തന്നെ റിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റോട് കൂടിയിട്ടാണ്. പിന്നീട് റിങ്ങിലേക്ക് വന്ന ശേഷം കോഡി റോഡ്സിൻ്റെ കൈ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഡ്രൂ മാക്കിൻഡയറിൻ്റെ ആക്രമണമാണ് നമുക്ക് മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ കൈ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡ്രൂ മാക്കിൻഡയറിൻ്റെ ആക്രമണങ്ങൾക്ക് കോഡി റോഡ്സ് തിരിച്ചടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പതിയെ കോഡി റോഡ്സിൻ്റെ കൈവശത്തേക്ക് മത്സരം വരുന്നു. അങ്ങനെ മത്സരത്തിൽ പവർ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റേഴ്സ് ടേബിളിലേക്കൊരു ശ്രമം നടത്തുന്നുണ്ട്. അവിടെ കമൻറ്റേഴ്സ് ടേബിൾ ബ്രേക്ക് ആകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കോഡി റോഡ്സിൻ്റെ ഡ്രൂ മാക്കിൻഡയറെ പവർ ബോംബ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കോഡി റോഡ്സിൻ്റെ ഫിനിഷറായ ക്രോസ് റോഡ്സ് ഡ്രൂ മാക്കിൻഡയർ കോഡി റോഡ്സിനെതിരെ പ്രയോഗിക്കുന്നതും ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഫിനിഷറുകളിൽ ഒന്നായ ക്ലൈമോർ കിക്ക് ഡ്രൂ മാക്കിൻഡയറിനെതിരെ കോഡി റോഡ്സ് പ്രയോഗിക്കുന്നതുമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഈ മത്സരം നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ റെഫറിയെ പിടിച്ച് ഇടുന്നതും റെഫറി അൺകോൺഷ്യസ് ആകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഈ അവസരം ഡ്രൂ മാക്കിൻഡയർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് കോഡി റോഡ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ജേക്കബ് ഫാറ്റി വന്ന സ്റ്റീൽ ചെയർ പിടിച്ചു വെക്കുന്നു. ഈ അവസരത്തിൽ സൂപ്പർ കട്ടറും ക്രോസ് റോഡ്സും കൊടുത്ത് കോഡി റോഡ്സ് ഡ്രൂ മാക്കിൻഡയറിനെ പിൻഫോളിലൂടെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഡ്രൂ മാക്കിൻഡയർ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാരണം റെസ്ൽമേനിയ 42 നമ്മൾ കുറച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഡ്രീം മാച്ച് നൽകുക എന്നുള്ളതാണ്. അതായത് റാൻഡി ഓർട്ടനാണ് നിലവിലെ നമ്പർ 1 കണ്ടൻഡർ. അപ്പോൾ കഴിഞ്ഞ ഒരു ടൈറ്റിൽ റൗണ്ടിൽ കോഡി റോഡ്സിൻ്റെ കൈവശം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരുന്ന സമയത്ത് ജോൺസണെതിരെയുള്ള സ്റ്റോറിയൊക്കെ വരുന്നതിന് മുൻപ് എല്ലാവരും ആവശ്യപ്പെട്ടത് റാൻഡി ഓർട്ടനെതിരെയുള്ള ഒരു ഡ്രീം സ്റ്റോറി, അവരുടെ ഡ്രീം മാച്ച് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് റെസ്ൽമേനിയ 42 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രിപ്പിൾ എച്ച് തീരുമാനിച്ചു. അതുകൊണ്ടാണ് കോഡി റോഡ്സ് വീണ്ടും ചാമ്പ്യൻ ആയത്. രണ്ടാമത്തേത് ഡ്രൂ മാക്കിൻഡയറിന് ഇപ്പോൾ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ ഷൂട്ടിൻ്റെ ഭാഗമായി ഡ്രൂ മാക്കിൻഡയർ മാറി നിൽക്കാൻ പോകുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് കൈവശപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലറിലേക്ക് എത്തിക്കണം. അപ്പോൾ കോഡി റോഡ്സ് അല്ലാതെ ആ ഒരു ഭാഗം നിറവേറ്റാൻ പറ്റുന്ന മറ്റൊരു റെസ്ലർ നിലവിൽ ഡ്രൂ മാക്കിൻഡയറിൻ്റെ സ്റ്റോറി ലൈനിൽ എതിരാളിയായിട്ടില്ല, കമ്പനിയുടെ റോസ്റ്ററും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രൂ മാക്കിൻഡയറിനെ കോഡി റോഡ്സ് പരാജയപ്പെടുത്തുന്നതാക്കി കാണിച്ചു. കൂടാതെ
കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ കോഡി റോഡ്സിൻ്റെ റസൽമേനിയയുടെ മെയിൻ ഇവൻറ്റിലേക്ക് ഇടുമ്പോൾ ടിക്കറ്റ് സെയിൽസിൽ വലിയ വർധനവുണ്ടാകുമെന്ന് മാനേജ്മെൻറ്റ് കരുതുന്നു. അതുകൊണ്ട് കോഡി റോഡ്സിനെ വീണ്ടും ചാമ്പ്യൻ ആക്കി. അപ്പോൾ ഈ റസ്ലേഴ്സ് വരുമ്പോൾ രണ്ടുപേരും ഫേസ് ആയതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഈ റസൽമേനിയയിലേക്കുള്ള ഒരു വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കും, ടിക്കറ്റ് സെയിൽസ് വർദ്ധിപ്പിക്കും എന്നുള്ളതൊക്കെ ഒരു കാരണമായി എടുത്ത് കോഡി റോഡ്സിനെ വീണ്ടും ചാമ്പ്യനാക്കി. എന്തായാലും ആരാധകർ ഇപ്പോൾ വലിയ നിരാശയിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോയിൽ 50,000-ലധികം ഡിസ്ലൈക്കും വെറും 15,000 ലൈക്കും മാത്രമാണ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 50,000-ലധികം ഡിസ്ലൈക്കൊക്കെ WWE ഷോസിൻ്റെ ഒരു വീഡിയോസിന് വരണമെന്നുണ്ടെങ്കിൽ ആരാധകർ ഒറ്റയടിക്ക് ഈ തീരുമാനത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഈ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ആരാധകർ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു. കോഡി റോഡ്സ് ചാമ്പ്യനായി. പക്ഷേ ഡ്രൂ മാക്കിൻടയറിനെ പരാജയപ്പെടുത്തിയതിലും നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ലാഷ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. ഡ്രൂ മാക്കിൻടയറിനെ റസൽമേനിയ 42 എതിരാളി ജേക്കബ് ഫാറ്റു ആയിരിക്കാൻ സാധ്യതകളുണ്ട്. ഇനി ജേക്കബ് ഫാറ്റുവിന് മറ്റ് സ്റ്റോറി കൊടുക്കുമ്പോൾ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇനി നിക്ക് ഓൾഡിസ് ഇനി ഡ്രൂ മാക്കിൻടയറിൻ്റെ എതിരാളിയായിട്ട് വരുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകൾ കുറച്ചും കൂടി റസൽമേനിയ 42 പ്രാധാന്യം കൊടുക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകൾ ആയിരിക്കാനും സാധ്യതകളുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചും മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.